ബീഫ് ഇഷ്ടപ്പെടുന്ന ബീഫ് ഇപ്പൊ ഞങ്ങൾ ഡയറ്റില്ല, അതുകൊണ്ട് ഇപ്പൊ ബീഫ് ചിക്കൻ ആയിരിക്കും. ഡയറ്റിൽ ചിക്കൻ കഴിക്കാം. ചിക്കൻ പ്രോട്ടീൻ അല്ലേ, ഫാറ്റ് അല്ലേ. കഴിക്കുന്നില്ല, ബീഫ് കഴിക്കാറില്ല. കഴിക്കലുണ്ട്, കുറച്ചതാ ഡയറ്റിലായോണ്ട്. ബീഫ് കഴിക്കാതിരുന്ന അനുമോള് തന്നെ പേരിലാണ്. ഞങ്ങൾ കഴിക്കാണ്ടിരിക്കലൊന്നുമില്ല, ഞങ്ങൾ കഴിക്കലുണ്ട് ഇടക്കൊക്കെ, എപ്പോഴൊന്നും കഴിക്കലുണ്ട്. എന്ത് ഊളത്തരമാണ് യുവമാർ ഈ ചോദിക്കുന്നതെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ആതിര നൂറ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ ഇവര് ഒരു മോളോ മറ്റോ കണ്ടാണ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓൺലൈൻ മീഡിയക്കാർ വന്ന് ചോദിക്കുന്ന ഓരോരോ കോണാത്തിലെ ചോദ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവർക്കൊക്കെ വേറെ പണിയില്ല എന്നാണ് അറിയാൻ വയ്യാത്തത്. കാരണം ഒരു ബീഫ് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. കഷ്ടമാണ്, പരമ കഷ്ടമാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തിൻ്റെ ആവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ, എന്തിൻ്റെ ആവശ്യമാണ്? ഇപ്പോൾ ഓരോരുത്തർ കഴിക്കുന്നത് അത് എന്താണെന്ന് വെച്ചാൽ, അതിപ്പോൾ ഈ പറയുന്ന പോലെ ബീഫ് കഴിക്കുക, പന്നി കഴിക്കുക, ഇനി കോഴി കഴിക്കുക, ഇനി ഒന്നും കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും, ചിലപ്പോൾ ഡയറ്റ് ആയിരിക്കുന്നവരുണ്ടാവും, അങ്ങനെ പലരും ഒക്കെ കാണും. അപ്പം പക്ഷെ അവരെയൊക്കെ തന്നെ ഒരുമാതിരി അവിടെ നിന്ന് എന്തോ കഴിക്കാത്ത ബീഫ് ഒഴിക്കൂ, അത് കഴിച്ചാൽ അങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ എന്തിൽ മറ്റടുത്ത ചോദ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ശുദ്ധ തമ്മാടിത്തരമെന്ന് മാത്രമേ ചോദിക്കാവുള്ളൂ. കാരണം ഇതൊക്കെ ഇങ്ങനത്തെ ഒരുമാതിരി ഊള ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള ലൈസൻസ് ആർക്കും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ഒരുമാതിരി കോമാളിത്തരവും അതോടൊപ്പം തന്നെ ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഫുഡൊക്കെ കഴിക്കുന്നതും കഴിക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ അവരവരുടെ താല്പര്യമാണ്, വ്യക്തി താല്പര്യമാണ്. അതിനെയൊക്കെ തന്നെ ഈ ആവശ്യമില്ലാത്ത തരത്തിലൊക്കെ തന്നെ ഒരുമാതിരി വളച്ചൊടിച്ച് അത് വേറെ തരത്തിലൊക്കെ ആക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഈ ഓൺലൈൻ മീഡിയ കാരണം തന്നെയാണ് ഇവിടെ പലർക്കും ഇപ്പോൾ പണി കിട്ടിയതെന്ന് പറയുന്നത് തന്നെ. അപ്പം അത് പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവർക്ക് കൂടി പണി വാങ്ങിച്ച് വെച്ച് കൊടുക്കുന്ന തരത്തിലോട്ടാണോ ഈ പറയുന്ന രീതിയിൽ ഇവരുടെയൊക്കെ ഈ മറ്റടുത്ത ചോദ്യം എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഊള ചോദ്യങ്ങൾ ആരുടേതായാലും ചോദിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അഥവാ ചോദിച്ചാൽ അതിന് കൃത്യവും വ്യക്തമായിട്ടുള്ള എന്താ പറയുക അണ്ണാക്കിൽ കൊള്ളുന്ന തരത്തിലുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുമാതിരിയുള്ള കോമാളി ചോദ്യങ്ങളുമായിട്ട് പിന്നെ ഇവറ്റോടൊന്നും തന്നെ അടുത്ത് വരത്തില്ല ആരുടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. കാരണം നല്ല രീതിയിൽ അണ്ണാക്കി കൊള്ളുന്ന തരത്തിലുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഊള ചോദ്യങ്ങളുമായിട്ട് പിന്നെ ഇവന്മാർ വരത്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഓൺലൈൻ മീഡിയാസ് എല്ലാം ഓക്കെ ശരി, പക്ഷെ ഇതുപോലെ എന്ത് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ഇമാതിരിയുള്ള ഊളത്തരങ്ങൾ പടച്ചു വിട്ട് ഈ പറയുന്ന മാതിരി ഭക്ഷണ കാര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ ബീഫ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തിനുള്ളിൽ വെറുതെ ആവശ്യമില്ലാത്ത തരത്തിലോട്ട് വെറുതെ ഓരോന്ന് ഇട്ടു കൊടുക്കാനായിട്ട് നിൽക്കുന്നതെന്നാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, ശുദ്ധ തെമ്മാടിത്തരം അതോടൊപ്പം തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ആരായാലും ആവർത്തിക്കാതിരിക്കുമായിരിക്കും.